നമസ്കാരം. കേരളത്തിൽ മാത്രമല്ല കാലാവസ്ഥാ വ്യതിയാനങ്ങൾ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത്. ദക്ഷിണ ചൈനയിലും ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴയിൽ പ്രളയം മൂലം നിരവധി ആളുകൾ മരണപ്പെടുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ ദക്ഷിണ ചൈനയിൽ ഉണ്ടായ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലാണ് വെള്ളത്തിൽ ഒഴുകിയെത്തുന്ന പാമ്പുകളെ ആളുകൾ പിടികൂടി ഭക്ഷണമാക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ചൈനയിലെ ഗുവാങ്സി മേഖലയിലാണ് ഈ സംഭവം നടന്നത്. ദക്ഷിണ ചൈനയിൽ കനത്ത മഴയും പ്രളയവും തുടരുന്നതിനിടെ ജനജീവിതത്തിന് വെല്ലുവിളിയായി മൂർഖനടക്കം 900-ലേറെ വിഷപ്പാമ്പുകൾ പാമ്പ് വളർത്തൽ ഫാമിൽ നിന്നും പുറത്തെത്തിയതായി റിപ്പോർട്ട്. വെള്ളം കയറിയ ഫാമിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയെത്തിയ പാമ്പുകളെ പിടികൂടുന്നവരുടെ വീഡിയോകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. ഗുവാങ്സി മേഖലയിലെ ഒരു പാമ്പ് വളർത്തൽ കേന്ദ്രത്തിൽ നിന്നാണ് പാമ്പുകൾ പുറത്തെത്തിയതെന്ന് ചൈനീസ് സർക്കാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. മാംസത്തിനും മരുന്നിനും തോലിനുമായി വിഷപ്പാമ്പുകളെ വളർത്തുന്ന ഫാമുകൾ ചൈനയിൽ ധാരാളമുണ്ട്. പ്രദേശവാസികൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം പാമ്പുകടിയേറ്റ് പലരും ചികിത്സയിലാണ്. ഒരു സ്ത്രീ മരിച്ചതായും റിപ്പോർട്ടുണ്ട്. വെള്ളത്തിൽ ഒഴുകിയെത്തുന്ന പാമ്പുകളെ ഭക്ഷണമാക്കാനാണ് ആളുകൾ പിടിക്കുന്നതെന്നും പ്രാദേശിക മാധ്യമ റിപ്പോർട്ടുകളിൽ പറയുന്നു. വലയും മറ്റും ഉപയോഗിച്ച് പാമ്പുകളെ പിടികൂടുന്നവരുടെ വീഡിയോകളും പ്രചരിക്കുന്നുണ്ട്. 100 കണക്കിന് പാമ്പുകൾ ഒറ്റയടിക്ക് രക്ഷപ്പെട്ടു. 5-6 പാമ്പുകളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് പ്രാദേശിക ആശുപത്രിയിൽ പാമ്പുകടിയേറ്റ ഒരാൾ മാധ്യമത്തോട് പ്രതികരിച്ചത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ തന്റെ വീടിന്റെ താഴത്തെ നിലയിലും അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനിടെ ഒരു മൂർഖൻ പാമ്പ് തന്നെ കടിച്ചതായി മറ്റൊരു ഗ്രാമവാസിയും പ്രതികരിച്ചു. ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചതിനു ശേഷം നിരവധി ഗ്രാമീണരെ ചികിത്സിച്ചതായും പാമ്പുകടിയേറ്റ രോഗികളെ ചികിത്സിക്കുന്ന ഒരു പ്രാദേശിക ഡോക്ടർ പറഞ്ഞു. ഗ്വാങ്സിയിൽ തിങ്കളാഴ്ചയുണ്ടായ വെള്ളപ്പൊക്കത്തിനിടയിലാണ് ഈ സംഭവം. 2 ജലസംഭരണികൾ കവിഞ്ഞൊഴുകുകയും പൊട്ടുകയും ചെയ്തു. ഇത് വെള്ളപ്പൊക്കത്താൽ ചുറ്റപ്പെട്ട നിരവധി പട്ടണങ്ങളിലെ ഗ്രാമങ്ങളെ അവശേഷിപ്പിച്ചു. കുറഞ്ഞത് 6 പേരാണ് മരിച്ചിരിക്കുന്നത്. കുറഞ്ഞത് 50,000 പേരെ ഒഴിപ്പിച്ചു. ഇപ്പോഴും 6 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അവിടെ തുടരുകയാണ്. മൊയ്സാക് ചുഴലിക്കാറ്റിലും കനത്ത മഴയിലും ദക്ഷിണ ചൈനയിൽ കനത്ത നാശനഷ്ടങ്ങളുണ്ട്. മൊയ്സാക് ചുഴലിക്കാറ്റിനെ തുടർന്നാണ് അതിശക്തമായ മഴ ഈ പാമ്പ് ഫാം സ്ഥിതി ചെയ്യുന്ന ഹെങ്ഷൌവിലെ ഡെങ്വായ് ഗ്രാമത്തെ പ്രളയത്തിൽ ആഴ്ത്തിയത്. ഇതോടെയാണ് ആ ഫാം തകർന്ന് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ പാമ്പുകളെ പിടികൂടാനും നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പാക്കാനും രക്ഷാപ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. നദികളും തടാകങ്ങളൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുകയാണ്. അണക്കെട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനവാസ മേഖലകളിലേക്ക് പ്രളയജലം ഇരച്ചുകയറി. ഇതുവരെ 6 പേർ മരിച്ചെന്നും 1.5 ലക്ഷത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നും അധികൃതർ അറിയിച്ചു. മീൻപിടുത്ത വലകളും സ്റ്റൺ ഗണ്ണുമായിട്ടാണ് 10 പേരടങ്ങുന്ന പ്രത്യേക സംഘത്തെ പാമ്പുകളെ പിടികൂടാൻ നിയോഗിച്ചിട്ടുണ്ടെന്ന് അധികൃതർ പറഞ്ഞിരിക്കുന്നത്. പുറത്ത് ചാടിയവയിൽ ഭൂരിഭാഗവും വിഷമില്ലാത്ത ഇനങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം പ്രളയ വെള്ളത്തിലൂടെ പാമ്പുകൾ കൂട്ടത്തോടെ നീന്തി പോകുന്നതിന്റെ ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതോടെ ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ വീടിന് പുറത്തിറങ്ങരുതെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രളയത്തിൽ കുടുങ്ങിയ ചില ഗ്രാമീണർക്ക് പാമ്പുകടിയേറ്റതായും പ്രദേശത്ത് മരുന്നുകൾക്കും വൈദ്യസഹായത്തിനും കടുത്ത ക്ഷാമം നേരിടുന്നതായും CCTVകളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതേസമയം നദികളിലെ ജലനിരപ്പ് അപകടകരമായ അളവിലേക്ക് ഉയർന്നതോടെ ഗുവാങ്ഷിയിലെ റെഡ് അലേർട്ടിലേക്ക് അധികൃതർ ഉയർത്തിയിട്ടുണ്ട്. 55 നദികളിലായി സ്ഥാപിച്ചിട്ടുള്ള 70 നിരീക്ഷണ കേന്ദ്രങ്ങളിലെ ജലനിരപ്പ് അപകടരേഖയ്ക്കും മുകളിലാണെന്ന് ചൈനീസ് ഔദ്യോഗിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളപ്പൊക്കവും മറ്റ് അതിശക്തമായ കാലാവസ്ഥയും മേഖലയെ ബാധിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ സമഗ്രമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ആഹ്വാനം ചെയ്തു. വെള്ളപ്പൊക്കത്തിൽ പാമ്പ് വളർത്തൽ ഫാമുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും ഗ്രാമവാസികളെ രക്ഷപ്പെട്ട പാമ്പുകൾ കടിച്ചതായും റിപ്പോർട്ടുകൾ ലഭിച്ചതായും ഹെങ്ഷൌ അടിയന്തര മാനേജ്മെന്റ് ബ്യൂറോ അറിയിച്ചു. വെള്ളപ്പൊക്കം വർദ്ധിച്ചതിനെ തുടർന്നാണ് മുറുക്കൻ പാമ്പുകൾ, ക്രൈറ്റുകൾ, ഗ്രീൻ പിറ്റ്, വൈപ്പറുകൾ എന്നിവയുൾപ്പെടെയുള്ള വിഷപ്പാമ്പുകൾ രക്ഷപ്പെട്ടതായി മുന്നറിയിപ്പ് നൽകിയത്. പാമ്പുകടിയേറ്റത് തടയുന്നതിനും ചികിത്സിക്കുന്നതിനുമുള്ള അടിയന്തര മാർഗനിർദ്ദേശം ഹെങ്ഷൌ മീഡിയ കൺവേർജൻസ് സെന്റർ ബുധനാഴ്ച പുറപ്പെടുവിച്ചു. വീടുകളിലും പടിക്കെട്ടുകളിലും കെട്ടിടങ്ങളുടെ കോണുകളിലും നദീതീരങ്ങളിലും പാമ്പുകൾക്ക് അഭയം തേടാമെന്നും മാർഗനിർദ്ദേശം പറയുന്നു. കൂടാതെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്നും പാമ്പുകളെ സ്വയം കൈകാര്യം ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും അഭ്യർത്ഥിച്ചു. രക്ഷാപ്രവർത്തകരെ അയച്ചിട്ടുണ്ട്. ചികിത്സയ്ക്കായി മെഡിക്കൽ സ്പെഷ്യലിസ്റ്റുകളെ വിന്യസിച്ചു. പ്രദേശങ്ങളിൽ കൂടുതൽ മെഡിക്കൽ സ്റ്റേഷനുകൾ സ്ഥാപിച്ചതായും സംസ്ഥാന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. വേനൽക്കാലത്ത് ചൈനയിൽ പതിവായി പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ചില പ്രദേശങ്ങളിൽ പേമാരിയും വെള്ളപ്പൊക്കവും ഉണ്ടാകുമ്പോൾ
മറ്റു ചില പ്രദേശങ്ങളിൽ കൊടും ചൂടാണ് അനുഭവപ്പെടുന്നത്. തെക്കൻ പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ പാമ്പുകളെ കാണുന്നത് സാധാരണമാണെങ്കിലും വാണിജ്യ ബ്രീഡിംഗ് ഫാമുകളിൽ നിന്ന് നൂറുകണക്കിന് പാമ്പുകൾ രക്ഷപ്പെടുന്നതായി റിപ്പോർട്ടുകൾ വിരളമാണ്. ചൈനയിലെ ഈ പറയുന്ന സ്നേക്ക് ഫാമുകൾ അതവിടെ പലപ്പോഴും പല മേഖലകളിലായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് പരമ്പരാഗത ചൈനീസ് മരുന്നുകൾ നിർമ്മിക്കാനും വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനുമാണ് ഇവിടെ ലക്ഷക്കണക്കിന് പാമ്പുകളെ വളർത്തുന്നത്. പാമ്പിനിറച്ചി ചൈനയിലെ ചില ഭാഗങ്ങളിൽ വളരെ ജനപ്രിയ ഒരു വിഭവമാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ് നടക്കുന്ന വലിയൊരു വ്യവസായമാണിത്. ചൈനയിലെ പല ഗ്രാമീണരുടെയും പ്രധാന വരുമാന മാർഗം കൂടിയാണ്. ഇനങ്ങൾ അത്യന്തം വിഷമേറിയ മൂർഖൻ, അണലി തുടങ്ങിയ ഇനം പാമ്പുകളെയാണ് ഇത്തരം ഫാമുകളിൽ പ്രധാനമായും വളർത്തുന്നത്. പ്രളയമുണ്ടാകുമ്പോൾ ഫാമുകളുടെ സുരക്ഷാ മതിലുകൾ തകരുകയും ലക്ഷക്കണക്കിന് വിഷപ്പാമ്പുകൾ ജനവാസ മേഖലകളിലേക്ക് ഒഴുക്കിൽപ്പെട്ട് എത്തുകയും ചെയ്യുന്നു. തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കാരണം ഈ ചെളി നിറഞ്ഞ വെള്ളത്തിൽ പാമ്പുകളെ പെട്ടെന്ന് കണ്ണിൽപ്പെടില്ല. ഇത് ആളുകൾ അറിയാതെ അവയുടെ മേൽ ചവിട്ടാൻ ഇടയാക്കുന്നു. രക്ഷാപ്രവർത്തനത്തിനും തടസ്സമാണ്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുന്ന സൈനികർക്കും സന്നദ്ധ പ്രവർത്തകർക്കും ഈ പാമ്പുകൾ വലിയ ഭീഷണിയാണ്. മരുന്നുകളുടെ ദൗർലഭ്യമുണ്ട്. ഒരേസമയം നൂറുകണക്കിന് ആളുകൾക്ക് പാമ്പുകടി ഏൽക്കുമ്പോൾ ആശുപത്രികളിൽ ആവശ്യത്തിന് ആന്റിവെനം ലഭിക്കാതെ വരുന്നത് മരണസംഖ്യ ഉയർത്തുന്നു. you